ഒക്ടോബർ 31 30-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. ലൂക്ക 14 1 മുതൽ 6 വരെ വാക്യങ്ങൾ. സാബത്ത് വിശ്രമിക്കാനുള്ള ഒരു ദിവസം മാത്രമല്ല, അതിലുപരി മനുഷ്യൻ്റെയും സാബത്തിൻ്റെയും സൃഷ്ടാവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ ദിവസമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ പള്ളിയിൽ പോവുക, പ്രാർത്ഥനകൾ മനഃപാഠമാക്കുക, ഹല്ലേലൂയ എന്ന് ഉറക്കെ ആർത്ത് വിളിക്കുക എന്നിവ മാത്രമല്ല ഉൾപ്പെടുന്നത്. ഏറ്റവും പ്രധാനമായി നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു. അതായത് നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന ഏക സത്യ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന് പൂർണ്ണമായി അറിയാവുന്നതിനാൽ ആത്മാർത്ഥതയോടും വിനയത്തോടും ഹൃദയത്തിലും വിശ്വാസത്തോടും കൂടി നാം ആരാധിക്കുന്നു. നമ്മുടെ അധരങ്ങൾ കൊണ്ടും എന്നാൽ സഹമനുഷ്യരോട് കരുണയില്ലാതെയും മാത്രം ആരാധിച്ചാൽ നമ്മുടെ ആരാധന ആത്മാർത്ഥമാകില്ല. അതിനാൽ നമ്മുടെ സഹായം ആവശ്യമായ ആളുകളോട് നമുക്ക് അനുകമ്പയില്ലെങ്കിൽ സാബത്തോ ഞായറാഴ്ചയോ ആചരിക്കുന്നത് അർത്ഥശൂന്യമാണ്. പള്ളിയിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും പ്രധാനമല്ല എന്നല്ല ഇതിനർത്ഥം. എന്നാൽ ഒരു അടിയന്തരാവസ്ഥ നേരിടുന്നതിന് അവ ചെയ്യാൻ തടസ്സമായി ഒന്നും നിൽക്കരുത് എന്നാണ് ഇതിനർത്ഥം. യേശു സാബത്തിൽ രോഗശാന്തി നൽകുന്ന 4 സംഭവങ്ങൾ ലൂക്കാ സുവിശേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട് യേശുവിൻ്റെ ശത്രുക്കൾ അവനെ കുറ്റപ്പെടുത്തി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സൗഖ്യമാക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്. സാബത്തിൽ പ്രവൃത്തി ചെയ്യുക എന്നത് സാബത്ത് ലംഘിക്കുക എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലായ്പ്പോഴും എന്ന പോലെ ഫരിസേയർ യേശുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ അടുത്തുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ ഡ്രോപ്സി വന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു ആ മനുഷ്യനെ ശ്രദ്ധിച്ചു. നിയമജ്ഞരെയും ജനക്കൂട്ടത്തിലെ ഫരിസേയരെയും അഭിസംബോധന ചെയ്ത് അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ സുഖപ്പെടുത്തുന്നത് നിയമപരമോ അല്ലയോ? അവരാരും പ്രതികരിച്ചില്ല. എല്ലാവരും നിശബ്ദരായിരുന്നു. പിന്നെ യേശു ആ മനുഷ്യനെ സുഖപ്പെടുത്തി. എന്നിട്ട് യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കുട്ടിയോ കാളയോ സാബത്തിൽ കുഴിയിൽ വീണാൽ സാബത്ത് ദിവസമാണെങ്കിലും ആ കാളയെ അല്ലെ കുട്ടിയെ ഉടനെ കുഴിയിൽ നിന്ന് പുറത്തെടുക്കില്ലേ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു ചോദിക്കുന്നത്, ഒരു മൃഗത്തെ സാബത്തിൽ സഹായിക്കുന്നത് തെറ്റില്ല, പക്ഷേ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് തെറ്റാണോ? ഫരിസേയർ മൗനം പാലിച്ചു. യേശുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർ മനസ്സിലായിരുന്നു അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമായിരുന്നു പരമോന്നത നിയമം. ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ ലെറ്ററായിരുന്നു പരമോന്നതം. സാബത്ത് പ്രധാനമാണെന്ന കാര്യം യേശു നിഷേധിക്കുന്നില്ല. മറിച്ച് സാബത്തിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, അതായത് നന്മ ചെയ്യുക, സുഖപ്പെടുത്തുക എന്നതായിരുന്നു എന്ന് അവിടുന്ന് പ്രസ്താവിക്കുകയാണ്. യേശു എപ്പോഴും നിയമത്തിൻ്റെ ആ ലെറ്റർ അല്ല പിന്തുടർന്നത്, പകരം നിയമത്തിൻ്റെ ആത്മാവിനെയാണ്. നിയമത്തിൻ്റെ ആത്മാവ് സ്നേഹമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴെല്ലാം സ്നേഹിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം നന്മ ചെയ്യും.
ഒരുപക്ഷെ നമ്മുടെ സ്നേഹനിർഭരമായ പ്രവൃത്തികളാൽ നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്താനും കഴിയും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.